എല്ലാ തിങ്കളും വ്യാഴവും തുഫ്തഹു അബ്വാബുൻ നാർ തുഫ്തഹു അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു വെക്കപ്പെടുന്നുണ്ട് എല്ലാ തിങ്കളും വ്യാഴവും. അപ്പോൾ നമ്മൾ സുന്നത്ത് നോമ്പ് എടുക്കുന്നു. പക്ഷേ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു. ആ ദിവസത്തിൽ പോലും തിങ്കളും വ്യാഴവുമൊക്കെ മനുഷ്യന്മാർക്ക് സ്വർഗത്തിന്റെ കവാടങ്ങൾ അവരുടെ മുമ്പിൽ തുറക്കപ്പെടുന്ന ദിനങ്ങളിൽ അവരുടെ പാപങ്ങൾ പുറത്തു കിട്ടുവാനും അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കുവാനും അവരുടെ നന്മകളും അവരുടെ പ്രവർത്തനങ്ങളും റബ്ബിലേക്ക് സ്വീകരിക്കപ്പെടുന്ന പ്രത്യേക സുദിനങ്ങളായി പറഞ്ഞിടത്ത് റഹ്മാനായ റബ്ബവിടെ ശിർക്ക് ചെയ്യുന്നവനോട് പൊറുക്കൂല എന്ന് പറഞ്ഞതോടൊപ്പം ഹൃദയത്തിൽ പകയും വിദ്വേഷവും കൊണ്ട് നടക്കുന്നവനോടും പൊറുക്കൂല. അള്ളാഹ് അന്നത്തെ ദിവസം എല്ലാവർക്കും പുറത്തു കൊടുക്കും. പക്ഷേ ഹൃദയത്തിൽ പകയുള്ളവരോട് പൊറുക്കൂല എന്നാ പറയുന്നത്. അവന്റെ കാര്യം അവിടെ നിർത്തിവെക്കൂ, അൻളിറൂ, ഇവന്റെ കാര്യം അവിടെ പെൻഡിങ്ങിൽ വെക്കൂ. ഏതുവരെ? ഹത്താ യസ്തലിഹാ, ഇവൻ ആരോടാണോ പിണക്കത്തിൽ ഇപ്പോഴും തുടരുന്നത് ഇവനും അയാളുമായിട്ടൊന്ന് നന്നാകട്ടെ. നന്നാവാതെ ഇവന്റെ കർമ്മം എനിക്ക് വേണ്ടാന്നാണല്ലോ പറയുന്നത്. അപ്പൊ റമളാനിൽ എത്തുന്നതിന്റെ മുമ്പ് നമ്മളെ കുടുംബത്തിൽ ആരോടെങ്കിലും നമുക്ക് പ്രശ്നമുണ്ടോ? തീർത്തേ പറ്റൂ. ഈ ഇരിക്കുന്ന ആളുകൾക്ക് അവരുമായി ബന്ധപ്പെടുന്ന പരിചയപ്പെടുന്ന ആരോടെങ്കിലും വല്ല പിണക്കത്തിന്റെ ഒരംശമെങ്കിലും ബാക്കിയുണ്ടോ? പരസ്പരം കാണുന്നുണ്ട്, കണ്ടിട്ട് കാണാതെ പോകുന്നു, കാണാത്തതുപോലെ നടക്കുന്നു, സലാം പറഞ്ഞാൽ മടക്കിയോ മടക്കിയില്ലേ എന്ന് ഉറപ്പില്ല, മുഖം തിരിച്ചു കളയുന്നു, മാനസികമായി പൊരുത്തക്കേടാണ്, കണ്ടാ മിണ്ടുന്നില്ല, ലോക്യമില്ല, സ്നേഹമില്ല, എന്തൊക്കെയോ ചില കാട്ടിക്കൂട്ടലുകളാണ്. ആത്മാർത്ഥ ബന്ധം അവിടെ മുറിഞ്ഞു പോയിരിക്കുന്നു, സ്നേഹത്തിന്റെ കണ്ണികൾ അറ്റുപോയിരിക്കുന്നു. എന്തേ കാരണം? പരസ്പരം തമ്മിൽ സുഖമില്ല. അങ്ങനെ റമളാനിലേക്ക് പ്രവേശിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടോ? ഇണങ്ങണം. ഇതതിനെ പറ്റിയ മാസാണ്. റമളാൻ വരുന്നതിൻ്റെ മുമ്പ് ഞാൻ എന്നോട് നിങ്ങളോടും പറയണ്, ആരോടെങ്കിലും പിണക്കണ്ടോ? സ്വന്തം ഉമ്മനോട് പിണങ്ങി നിൽക്കുന്നവരില്ലേ? ബാപ്പയോട് പിണങ്ങി നിൽക്കുന്നവരില്ലേ? ജ്യേഷ്ഠാനുജന്മാരുമായി പിണങ്ങി നിൽക്കുന്നില്ലേ? ആങ്ങളെയും പെങ്ങളും പിണങ്ങി നിൽക്കുന്നില്ലേ? അമ്മായിമ്മയും മരുമകളും പിണങ്ങി നിൽക്കുന്നില്ലേ? നാത്തൂനും നാത്തൂന്മാരും പിണങ്ങി നിൽക്കുന്നില്ലേ? ആരൊക്കെ ആരോടൊക്കെ പിണങ്ങി നിൽക്കുന്നുണ്ട്? മനസ്സുകൊണ്ട് ക്ലിയറാക്കാതെ റമളാനിനെ സ്വീകരിച്ചിട്ട് കാര്യമില്ല, ഒരു പ്രയോജനമില്ല. എന്തിന്റെ പേരിൽ? ബിസിനസിന്റെ പേരിൽ തെറ്റിയോ? ഏതിന്റെ പേരിൽ തെറ്റിയോ? നന്നാവണം, നന്നാവണം. അവര് തമ്മിൽ നന്നാകുന്നത് വരെ അവന്റെ കർമ്മം അവിടെ നിൽക്കട്ടെ, എനിക്ക് വേണ്ടാനാണ് അള്ളാഹു പറയുന്നത്. ഇങ്ങനെ റമളാനിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് മനസ്സ് ക്ലിയറാക്കണം. ആദർശപരമായി നമ്മോട് ശത്രുതയുള്ളവരുണ്ടാകും, നമ്മോട് പിണങ്ങിയവരുണ്ടാകും. അവരുടെ പ്രശ്നം നമുക്ക് നന്നാക്കാനാവില്ല. കാരണം അവർ നമ്മോട് പിണക്കം മാറി ഇണങ്ങണമെങ്കിൽ അവർ പറയുന്ന ശിർക്കിലേക്ക്, ബിദ്അത്തുകളിലേക്ക്, ദുരാചാരങ്ങളിലേക്ക് നമ്മൾ മടങ്ങിക്കൊടുത്താലേ അവർ നമ്മോട് മിണ്ടൂ എന്ന് വന്നാൽ അതിന് നമുക്ക് സാധ്യമല്ലല്ലോ. ഞാൻ ഉദ്ദേശിക്കുന്നത് ആദർശ രംഗത്തുള്ള പിണക്കമല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് വൈയക്തികമായ പേഴ്സണൽ പ്രശ്നങ്ങളാൽ ബന്ധം മുറിഞ്ഞു നിൽക്കുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ വിശ്വാസമേഖലയിലൂടെ അവന്റെ ഹൃദയത്തിന് വിശുദ്ധി വരുത്തിയതുപോലെ അടിമയും തമ്മിലുള്ള ബന്ധത്തിൽ അവർ ക്ലിയറാകുന്നത് വരെ അവന്റെ മനസ്സ് ക്ലിയർ അല്ല. റമളാനിലേക്ക് പ്രവേശിച്ചിട്ട് കാര്യമില്ല.